ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ പരാജയങ്ങളുടെ പ്രധാന കാരണം അത് നമ്മുടെ ഡിഫൻസ് ആണ് എന്ന് നമ്മൾക്ക് കൃത്യമായി അറിയാം. എന്നാൽ ഡിഫൻസിനെ മാത്രം ഇവിടെ കുറ്റം പറഞ്ഞാൽ പോരാ. ഒരു മികച്ച താരം ടീം വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പകരമായി കൃത്യമായിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കാത്ത മാനേജ്മെന്റിന്റെ അനാസ്ഥയും നമ്മൾ ഇവിടെ കാണണം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ KBFC മന്നപ്പട പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇനി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് വരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ വരില്ല, ടിക്കറ്റ് എടുക്കില്ല, മത്സരം കാണില്ല. അതുപോലെ സ്റ്റേഡിയത്തിന്റെ അകത്തും പുറത്തും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തും എന്നാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മന്നപ്പട തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തീരുമാനം ഇപ്പോഴെങ്കിലും എടുക്കുവാൻ മന്നപ്പടയ്ക്ക് തോന്നിയല്ലോ. ക്ലബിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയ ഈ ഫാൻസ്, അതായത് KBFC മന്നപ്പട പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എങ്കിൽ ഇനി അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങളോട് യോജിക്കില്ല എന്ന് മന്നപ്പട നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും മന്നപ്പടയും തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആൻഡ് ദ ഫാക്ട് ഈസ്, ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ മാനേജ്മെന്റിനെതിരായിട്ടുള്ള ഈ ഒരു പ്രതിഷേധം നമ്മൾ നിർത്താൻ പാടില്ല. ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ATKയും മോഹൻ ബഗാനും ഒന്നായ സമയത്ത് മോഹൻ ബഗാൻ ആരാധകർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അവർക്ക് അനുകൂലമായ തീരുമാനം ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി എടുക്കുകയും മോഹൻ ബഗാൻ ആരാധകർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് അനുകൂലമായ റിസൾട്ട് ലഭിക്കുന്നത് വരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാനേജ്മെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുക തന്നെ വേണം. മന്നപ്പടയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കൂട്ടം ആരാധകരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവരോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഒരിക്കലും ഇവിടെ ക്ലബിനെയോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന ടാഗ്ലൈനെയോ അല്ല ഇവിടെ എതിർക്കുന്നത്. അതിന് പകരം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെയാണ് നമ്മളുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ്. തോൽവിയിലും വിജയത്തിലും കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ആരാധകർ എന്ന് പറയുമ്പോഴും നമ്മുടെ ഇമോഷൻസിനെ വിറ്റ് പൈസയാക്കുന്ന, അത് ബിസിനസ് ആക്കി മാറ്റുന്ന മാനേജ്മെന്റിന്റെ ഈ ഒരു അഴിഞ്ഞാട്ടം നമ്മൾ ഒരിക്കലും സമ്മതിച്ചു നൽകുവാൻ പാടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.